തല്ലുമാല എന്ന സിനിമയിലൂടെയാണ് ടോവിനോ യുവാക്കളുടെ ഹരമായി തന്നെ മാറിയത് അല്ലേ. തല്ലുമാല എന്ന സിനിമ ഇപ്പോഴും എന്താ പറയുന്നത് 2K കിഡ്സിൻ്റെ ഒരു വല്ലാത്ത ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു സിനിമ തന്നെയായിരുന്നു തല്ലുമാല. ആ തല്ലുമാലയുടെ വേഷങ്ങൾ പോലും അതിലുള്ള വേഷങ്ങൾ പോലും പിന്നീട് അനുകരിക്കുന്ന തരത്തിലാണ് പിന്നീട് നമ്മൾ കണ്ടത്. എന്തായാലും തല്ലുമാല വൻ ഹിറ്റായ ഒരു സിനിമ തന്നെയായിരുന്നു. അതിലെ സംവിധായകനാണ് ഖാലിദ് റഹ്മാനാണ് ഈ പറഞ്ഞ ഇപ്പം ആലപ്പുഴ ജിംഖാനയെ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് പറയാൻ കാരണം അത്രയേറെ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംവിധായകൻ തന്നെയാണ് ഖാലിദ് റഹ്മാൻ. കാരണം ഈ 1-2 സിനിമകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എങ്കിൽ ആ 2 വമ്പൻ ഹിറ്റാക്കുകയായിരുന്നു. തല്ലുമാല ഒരു പക്ഷേ അതിനകത്ത് വലിയ കഥകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്തെ ഒരു പുതിയ ജനറേഷൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അതിൻ്റെ പാട്ടുകളായാലും അതിൻ്റെ ആക്ഷൻസ് ഒക്കെ ആണെങ്കിലും ഒക്കെ എന്താ പറയുന്നത് അവരുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിർമ്മിച്ച ഒരു സിനിമ തന്നെയാണ് തല്ലുമാല. അതുപോലെ തന്നെ ആലപ്പുഴ ജിംഖാന ഒരു പക്ഷേ മമ്മൂക്കയുടെ പുതിയൊരു സിനിമ ഇറങ്ങിയ ഈ ഒരു സമയത്തും അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ തുടരും മമ്മൂക്കയുടെ ബസൂക്കയും തുടരും ഒക്കെ ഇറങ്ങിയ ഒരു സമയത്ത് ആലപ്പുഴ ജിംഖാന ഇങ്ങനെ തെളിഞ്ഞു തന്നെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആലപ്പുഴ ജിംഖാന കൊണ്ടാടുകയായിരുന്നു യുവാക്കൾ. പക്ഷേ ഇതൊക്കെ ചിന്തിക്കുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ള നല്ലൊരു ഡയറക്ടർ എന്തുകൊണ്ടാണ് ഈ ഒരു ലഹരിക്ക് അടിമയായത് എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യം എടുത്താലും ശ്രീനാഥ് ഫാസി ആ മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ ശ്രീനാഥ് ഫാസിയുടെ മിക്ക സിനിമകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി ഒരു ആക്ടിങ് എന്ന് തന്നെ പറയാം ശ്രീനാഥ് ഫാസിയുടെ. ഒരു പക്ഷേ ഷൈനേക്കാളും കുറച്ചുകൂടി മികവുറ്റ ഒരു നടൻ തന്നെയാണ് ശ്രീനാഥ് ഫാസി. ഷൈൻ ടോം ചാക്കോയും ഒട്ടും പിന്നിലോട്ടല്ല, ക്രിയേറ്റീവായിട്ടുള്ള നല്ലൊരു നടൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത് ഇതടിച്ച മറ്റൊരാൾ അഷ്റഫ് ഹംസയും ഇത്തരത്തിലുള്ള ഒരു സംവിധായകൻ തന്നെയാണ്. അപ്പം ഞാനിത് ചുരുക്കം പറഞ്ഞ ഇവരുടെയൊക്കെ പേരുകൾ എടുത്തു പറയുന്നത് അത്രയേറെ മലയാള ചലച്ചിത്രത്തിൽ ഒരു നാഴികക്കല്ലാവേണ്ടുന്നവരാണ് അല്ലേ. കാരണം ഒരു പക്ഷേ അവരുടേതായ കഴിവുകളും അവരുടേതായ ക്രിയേറ്റിവിറ്റി സംവിധാന രംഗത്താണെങ്കിലും ഇപ്പം നായക വേഷങ്ങളിലാണെങ്കിലും സഹനായക വേഷങ്ങളിലായാലും ഇവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഇവരുടേതായ ഒരു പോയിന്റ് അവർ ഓരോ സിനിമകളിൽ ഫലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ നല്ല കഴിവുള്ള പ്രതിഭകൾ തന്നെയാണ് ഇവരൊക്കെ. എന്നിട്ട് ഇവരെങ്ങനെയാണ് ഈ ലഹരിക്ക് അടിമകളായത്, എത്തരത്തിലാണ് ഇവർ ഇതിലേക്ക് പോയത്? അപ്പോൾ പലപ്പോഴും ഈ ഒരു പണ്ട് മുതലേ സിനിമാക്കാരുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ട്. അന്നൊക്കെ എന്ന് വെച്ചാൽ മദ്യമായിരുന്നു, കുറച്ച് മദ്യവും കഞ്ചാവും ഉണ്ടായിരുന്നു. കഞ്ചാവും ഇത്തരത്തിലുള്ള കുറച്ച് പേരൊക്കെ യൂസ് ചെയ്യുന്നു. അന്നൊക്കെ ഈ എഴുത്തുകാരെ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇതൊക്കെ കഴിച്ചാലേ അവർക്കൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റി വരത്തുള്ളൂ എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടന്ന് ഇന്നത്തെ തലമുറകളായ പല നടന്മാരും പ്രധാനപ്പെട്ട പല നടന്മാരും വേഷങ്ങളാനും അഭിനയിക്കുന്നുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ച് അവരുടെ പ്രതിഭ ഫലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മദ്യത്തിനൊന്നും ആവശ്യമല്ല, നമ്മളുടേതായ കഴിവും ഊർജ്ജവും ഒക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ക്രിയേറ്റിവിറ്റി അവരുടേതായ കഴിവുകൾ പ്രതിഫലിപ്പിക്കേണ്ടത്. പക്ഷേ ഈ ഒരു പണ്ട് കാലത്തെയുള്ള ഈ ചില കലാകാരന്മാരുടെ ഇടയിലുള്ള സംസാരം തന്നെയാണോ ഇത്തരത്തിൽ ഇവർ മദ്യം കഴിഞ്ഞ് പിന്നെ ഒരു ലഹരിയിലേക്കൊക്കെ കടന്നത്? ഒരു പക്ഷേ ഇവർ അറിയാതെ പോകുന്ന ചില വസ്തുതകൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ലഹരി ഉപയോഗിച്ചുള്ള ദൂഷ്യങ്ങൾ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല സാമ്പത്തികമായിട്ട് ഈ ഒരു നമുക്കറിയാം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ്. സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഇവർക്ക് എഡ്യൂക്കേഷൻ പരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഇവർക്ക് ലഹരി എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിയാം. ഇത് ഉപയോഗിച്ചുള്ള ദൂഷ്യഫലങ്ങളെ കുറിച്ച് അറിയാം. സ്വന്തം ജീവിതത്തെ പോലെ അല്ലെങ്കിൽ ജീവനെ പോലും മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടുന്ന ഇവരാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗത്തിന് മുന്നിട്ട് നിൽക്കുന്നത്, മുന്നിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പം ഇന്ന് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ശ്രീനാഥ് ഫാസിയുടെയൊക്കെ കേസ് ഇന്ന് പരിഗണിക്കും. മാത്രമല്ല മറ്റു 1-2 സംവിധായകർ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഖാലിദിനെ ഈ അഷ്റഫിനെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം സിനിമയിലെ പ്രധാന ഒരു നടനും അതിൽ നടൻ്റെ ഭാര്യയും ഉൾപ്പെടെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട നടൻ അല്ലെങ്കിൽ നടൻ്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പം സത്യമായ മലയാളികൾ ഞെട്ടുകയാണ് ചെയ്യുന്നത്. കാരണം
നമ്മളുടെയൊക്കെ മുമ്പിലുള്ള നമ്മളൊക്കെ ആരാധനയോട് കാണുന്ന താരങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ആരാധനയോടെ കാണുന്നത് എന്ന് പറഞ്ഞാൽ അവരെ ഒരു സിനിമയിലൂടെ അവർ ചെയ്ത കഥാപാത്രങ്ങളിലൂടെയാണ് നമുക്ക് അവരോട് ഒരു ആരാധന തോന്നുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒരു പക്ഷേ ആ സിനിമയിൽ വളരെ പോസിറ്റീവായിട്ട് ചിലപ്പോൾ ലഹരിക്കെതിരെയുള്ള കാര്യങ്ങളിലേക്ക് ആയിരിക്കും അവരെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞോണം നന്മയുടെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഒരു നായകൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നന്മയുടെ പ്രതീകം എന്നുള്ള രീതിയിലല്ലേ പലപ്പോഴും പല ചിത്രങ്ങളും രൂപീകരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലായിരിക്കുമല്ലോ നമുക്ക് ആ ഒരു നായകനോടോ നായികയോടൊക്കെ ഒരു ആരാധന തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നായക, ഇപ്പൊ പ്രധാന നടൻ എന്ന് പറയുമ്പോൾ കൂടുതൽ നായക പരിവേഷമുള്ള നടനായിരിക്കുമല്ലോ. അപ്പോൾ നായക പരിവേഷമുള്ള ഈ നടൻ ആരായിരിക്കും? ഒരുപക്ഷെ ഭാര്യ ആരാണ്? ഇപ്പൊ ഇരുവരും ചേർന്ന് തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും വാർത്താ മാധ്യമങ്ങളിൽ വരുന്നില്ല, പുറം ലോകം അറിയുന്നില്ല. അപ്പം ഈ പ്രധാനപ്പെട്ട നടൻ ഒക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയൊക്കെ ഏത് തരത്തിലാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്? മൊത്തം ലഹരിക്ക് അടിമ തന്നെയാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലാണോ ഇവർക്ക് അഭിനയിക്കുന്നത്? ഈ അഭിനയത്തിന്റെ കഴിവുകൾ കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണോ ഈ ലഹരി ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. അപ്പോൾ സിനിമയിലെ ഇപ്പോൾ ഫെഫ്കയൊക്കെ തൽക്കാലത്തേക്ക് സസ്പെൻഷനൊക്കെ ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനൊരു അന്തിമമായിട്ടുള്ള ഒരു വിചാരണ അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് സിനിമാ മേഖലയിൽ അത്യാവശ്യമായിട്ട് എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ കുഞ്ഞു കുട്ടികൾ മുതൽ യുവതലമുറയ്ക്ക് വരെ ഏറ്റവും ഇൻസ്പിറേഷൻ ആവുന്ന വ്യക്തികൾ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അത് നടനും നടിയും അല്ലെങ്കിൽ സഹനടന്മാരും അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഒരു പക്ഷേ അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻസ്പയർഡ് ആയിട്ട് തന്നെയായിരിക്കും ഈ തലമുറ പഠിച്ചു വരുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടില്ല, പണ്ടൊക്കെ മോഹൻലാൽ നടക്കുന്നതും മമ്മൂട്ടി നടക്കുന്നത്, അപ്പോൾ അതൊക്കെ ആ ഒരു ആരാധനയോടുകൂടിയാണ് അവരുടെ ആക്ഷൻസ്, അവരുടെ രംഗങ്ങളും. സുരേഷ് ഗോപിയുടെ ഒക്കെ ആക്ഷൻ രംഗങ്ങളൊക്കെ ഇന്നും ഇപ്പൊ 80-85 കിഡ്സ് ഒക്കെ ഇപ്പോഴും കൊണ്ട് നടക്കുന്നവരുണ്ട്. അപ്പം ഈ 2K കിഡ്സിനൊക്കെ ഇപ്പോഴും ചെയ്യുന്ന സിനിമയിലെ കഥാപാത്രങ്ങളായിട്ടുള്ള നടന്മാരെയൊക്കെയാണ് അവർ ഇൻസ്പയർ ചെയ്യുന്നത്. ഒരിക്കലും സിനിമ ഇൻസ്പയർഡ് ആവില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. സിനിമ ഒരു 50-60% വരെ കുഞ്ഞുങ്ങളുടെ മനസ്സിലും യുവാക്കളുടെ മനസ്സിലൊക്കെ ഹരമായി മാറും, ഇൻസ്പയർഡ് ആവും. പക്ഷെ കുറച്ചും കൂടെയൊക്കെ മുതിരുമ്പം ഇത് സിനിമയാണെന്നും ഇത് ആക്ടിങ് ആണെന്നും റിയാലിറ്റി അല്ലെ റിയൽ ലൈഫിലെ വ്യക്തികൾ മറിച്ചൊന്നാണെന്നും ഒക്കെ ഒരു ബോധം ഉണ്ടാവുന്നത്. പക്ഷേ ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് ഇവരൊക്കെ ഇടിച്ചു കയറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാതൃകയാകേണ്ടുന്നവരാണ് ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നത്. ഇപ്പൊ ശ്രീനാഥ് ഫാസി ആണെങ്കിൽ, ഷൈൻ ടോം ചാക്കോയൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞ ഖാലിദ് തല്ലുമാല സിനിമയൊക്കെ ഇറങ്ങിയപ്പം എന്തോരം ഫാൻസാണ് ഖാലിദിനൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇവരൊക്കെ ഈ കുട്ടികൾക്കൊക്കെ മാതൃകയാകേണ്ടുന്നവരാണ്, അവരെയൊക്കെ ഏറ്റവും ആരാധിക്കേണ്ട. അപ്പം അവരിങ്ങനെയാണെന്ന് അറിയുമ്പോൾ ശരിക്കും അവർ കൊണ്ടുവരുന്ന ഒരു ബിംബം വീണുടഞ്ഞ ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഗാന്ധിജിയെ, നമ്മുടെ മഹാത്മാ ഗാന്ധിജിയെ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ നോക്കി എത്ര പേര് ജീവിക്കുന്നുണ്ട്? ആ സത്യസന്ധതയും അല്ലെങ്കിൽ അഹിംസയുടെ മാർഗവും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരാളുടെ ഇൻസ്പയർഡ് ആയിട്ടാണ് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന് പോസിറ്റിവിറ്റി നമ്മളൊക്കെ പലപ്പോഴും കണ്ടെത്തുന്നത്. ചിലരങ്ങനെ അല്ലായിരിക്കാം, സ്വന്തമായിട്ട് ജീവിക്കും. പക്ഷെ എന്നാലും മറ്റൊരാളെ നോക്കുമ്പം ആ കൊള്ളാം, അല്ലെങ്കിൽ ഒരാൾ ഇടുന്ന ഡ്രസ്സാണെങ്കിൽ ആ കൊള്ളാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബിഹേവിയർ ആ കൊള്ളാം. അപ്പോൾ അതിൽ ചില നല്ല അംശങ്ങളൊക്കെ നമ്മളെയും സ്വാംശീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഈ ഒരു തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരത തന്നെയാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും അധികം ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ സർക്കാർ ഏറ്റവും അധികം എടുക്കണം. കാരണം ഈ ഒരു മേഖലയിലെ ശുദ്ധീകരണം ആവശ്യം തന്നെയാണ്. ഈ പവർ ഗ്രൂപ്പും മറ്റുള്ളതും പോലുള്ള ഗ്രൂപ്പുകളാണോ ഇതിലേക്ക് ഒരു നടപടിയുമായിട്ട് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ കടത്തിവിടാത്തത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു ലഹരിയുടെ ഉപയോഗം സിനിമാ മേഖലയിൽ വലിയ തോതിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന നമ്മുടെ വാർത്തകളിലൊക്കെ വരുന്ന സൂചനകൾ. അപ്പം എത്രയായാലും സിനിമാ മേഖലയിൽ തൂത്തുവാരി ഒരു ശുദ്ധീകരണം ഉടൻ തന്നെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.